എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് നമ്മൾ കമോഡിറ്റി പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജുവല്ലേഴ്സിന് വേണ്ടി, അതുപോലെ തന്നെ ഗോൾഡിൽ, സിൽവറിൽ, പ്ലാറ്റിനത്തിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാണ് ഈ പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ കമോഡിറ്റി പോഡ്കാസ്റ്റിനോടൊപ്പം തന്നെ സാധാരണ രീതിയിൽ നമ്മൾ സൺഡേസിൽ നൽകാറുള്ള വീക്കിലി പോഡ്കാസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. കാരണം നാളെ സൺഡേ യൂണിയൻ ബഡ്ജറ്റാണ്, ഫുൾ ട്രേഡിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ കമോഡിറ്റി പോഡ്കാസ്റ്റിനോടൊപ്പം നമ്മൾ വീക്കിലി പോഡ്കാസ്റ്റും കൂടി ഉൾപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസിനെ കുറിച്ച് ആദ്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ആഴ്ചയിലത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഡൗ ജോൺസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ നാസ്ഡാക്ക്, റസൽ 2000 ഇൻഡെക്സുകളെല്ലാം തന്നെ താഴെയാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം S&P 500 ഇൻഡെക്സ് ഈ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു, 7000 ക്രോസ് ചെയ്തിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടിരുന്നു. എന്നിരുന്നാലും വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. വെള്ളിയാഴ്ച ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കാണ്, പക്ഷേ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ പല സ്റ്റോക്കുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റാൻഡം ആക്സസ് മെമ്മറി, ഫ്ലാഷ് മെമ്മറി, ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഈ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകളിൽ പൊതുവെ വീണ്ടും ഒരു മുന്നേറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 4 കമ്പനികളുടെ റിസൾട്ടൊക്കെ ഈ ആഴ്ച അനൗൺസ് ചെയ്തിരുന്നു. ഈ റിസൾട്ടിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് പല കമ്പനികളും കാഴ്ചവെച്ചിട്ടുള്ളത്. മെറ്റാ പ്ലാറ്റ്ഫോം ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അറൗണ്ട് 12% വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് മെറ്റാ പ്ലാറ്റ്ഫോം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മൈക്രോസോഫ്റ്റ് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു, നെഗറ്റീവ് ടെറിട്ടറിയിലാണ് മൈക്രോസോഫ്റ്റ് ഈ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെസ്ലയുടെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. എന്നിരുന്നാലും ടെസ്ല വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ താഴെയാണ്. അതേസമയം വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട കാരണം സ്പേസ് എക്സും ടെസ്ലയും തമ്മിൽ മെർജ് ചെയ്തേക്കും എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അത്തരത്തിലുള്ള ഒരു ന്യൂസ് കറക്റ്റ് ആണെങ്കിൽ, മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്ലേനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ US ഫെഡിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. 3.5%, 3.75% റേഞ്ചിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഡൊണാൾഡ് ട്രംപ് US ഫെഡിൻ്റെ പുതിയ ചെയർമാൻ്റെ പേര് അനൗൺസ് ചെയ്തിരുന്നു. കെവിൻ വാർഷ് എന്ന് പറയുന്ന 2006 മുതൽ 2011 വരെ US ഫെഡിൻ്റെ ഗവർണറായിരുന്ന കെവിൻ വാർഷിനെയാണ് അദ്ദേഹം പുതിയ US ഫെഡ് ചെയർമാനായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപിൻ്റെ തിങ്കിങ്ങിന് എഗൻസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ US ഡോളറിനെ എങ്ങനെ പ്രോപ്പപ്പ് ചെയ്യാമെന്ന് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. വളരെ ഡിസിപ്ലിനോടുകൂടി മോണിറ്ററി മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ വ്യൂസും ഇദ്ദേഹത്തിൻ്റെ വ്യൂസും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നെയിം വന്നതോട് കൂടിയിട്ട് തന്നെ US ഡോളർ ഇൻഡെക്സ് അറൗണ്ട് 1.1% ബെറ്റർ ആയിട്ടാണെന്നല്ല ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഡോളറും അറൗണ്ട് 1% മുന്നേറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടി ഇന്നലെ കമോഡിറ്റി മാർക്കറ്റിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഗോൾഡ് പ്രൈസിൽ, സിൽവർ പ്രൈസിൽ, അതുപോലെ തന്നെ കോപ്പർ പ്രൈസിൽ, അലുമിനിയം പ്രൈസിൽ, സിങ്ക് പ്രൈസിൽ, പ്ലാറ്റിനം പ്രൈസിൽ, പലേഡിയം പ്രൈസിൽ, ഈ കമോഡിറ്റികളുടെയൊക്കെ പ്രൈസ് ഈ ആഴ്ചയിൽ പല കമോഡിറ്റികളുടെ പ്രൈസസും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരു വലിയ
ഫ്രൻസി ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കമോഡിറ്റികളിൽ കണ്ടത്. ഈ ന്യൂസും കൂടി പുറത്തു വന്നതോടുകൂടിയിട്ട്, അതായത് US ഫെഡിൻ്റെ പുതിയ ചെയർമാൻ കെവിൻ വാർഷ് ആയിരിക്കും എന്നുള്ള ന്യൂസ് വന്നതോടുകൂടിയിട്ട് ഈ കമോഡിറ്റികളിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അത് നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് നടക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഇനി മറ്റ് സ്റ്റോക്ക് മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, യൂറോപ്പിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ UK ഇൻഡെക്സ് വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. അതേസമയം ജർമ്മൻ ഇൻഡെക്സ് ഡാക്സ്, അതുപോലെ തന്നെ ഫ്രഞ്ച് ഇൻഡെക്സ് CAC 40 ഈ 2 ഇൻഡെക്സുകളും വീക്ക് ടു വീക്ക് താഴെയാണ്. അതേസമയം ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ലെവലിലൊക്കെയാണ് ഏഷ്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഹോങ്കോങ് ഇൻഡെക്സ്, ഹാങ്സങ് ഇൻഡെക്സ് ഈ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം സൗത്ത് കൊറിയൻ ഇൻഡെക്സ് കോസ്പി വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഈ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയയിൽ വീണ്ടും റാം ചിപ്പ് മേക്കേഴ്സ്, അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ തന്നെയാണ് ഈ ആഴ്ചയിൽ അമേരിക്കയിലത്തെ പോലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാംസങ് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ SK ഹൈനിക്സ്, ഈ റാം ചിപ്പ് മേക്കിംഗ് കമ്പനികൾ തന്നെയാണ് വലിയ രീതിയിൽ ഏഷ്യയിൽ പ്രത്യേകിച്ച് സൗത്ത് കൊറിയയിൽ മുന്നേറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോങ്കോങ്ങിലും AI റിലേറ്റഡ് ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് മുന്നേറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ വീണ്ടും ഔട്ട് പെർഫോം ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിലത്തെ പെർഫോമൻസ് ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ, വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടിരുന്നു. പല കമോഡിറ്റി സ്റ്റോക്കുകളും, അതായത് കമോഡിറ്റി മൈനിങ് സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. പക്ഷേ വ്യാഴാഴ്ചയിലത്തെ ഒരു ഫ്രൻസിയൊന്നും തന്നെ വെള്ളിയാഴ്ച കണ്ടിട്ടില്ല. നല്ല രീതിയിലുള്ള സെൽ ഓഫ് ആണ് ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ തന്നെ വേദാന്ത, ഹിൻഡാൽകോ ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഈ കമോഡിറ്റി സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ പല സ്റ്റോക്കുകളും റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ വെള്ളിയാഴ്ചയിലത്തെ കമോഡിറ്റി മെൽറ്റ് ഡൗണിന് ശേഷം ഈ സ്റ്റോക്കുകളും വീക്ക് ടു വീക്ക്, അതുപോലെ തന്നെ ഡേ ടു ഡേ നോക്കുകയാണെങ്കിൽ വളരെ വീക്കായിട്ടാണ് വെള്ളിയാഴ്ച. പക്ഷേ വേദാന്തിയൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഹിന്ദുസ്ഥാൻ സിങ്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഹിൻഡാൽകോ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പർ, നാഷണൽ അലുമിനിയം കമ്പനികളെല്ലാം തന്നെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു വ്യാഴാഴ്ച. എന്നിരുന്നാലും നല്ല സെല്ലിംഗ് പ്രഷറാണ് വെള്ളിയാഴ്ച കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കമോഡിറ്റി മാർക്കറ്റിലുണ്ടായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷറാണ്. അപ്പോൾ പൊതുവേ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് കഴിഞ്ഞ ദിവസങ്ങളിലത്തെ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഡൊമസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ളത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ NSE IPOക്ക് NOC കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും NSE IPOക്ക് കൊടുത്തിട്ടുള്ള NOC മറ്റ് ലിസ്റ്റഡ് എക്സ്ചേഞ്ച് സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് BSE, MCX ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഗ്രേ മാർക്കറ്റിൽ നിന്ന് ഈ NSE വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഗ്രേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് IPOയിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വിൽക്കാനായിട്ട് സാധിക്കില്ല. 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്റ്റോക്കുകളൊക്കെ വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി വരാൻ പോകുന്ന യൂണിയൻ ബഡ്ജറ്റിൽ ഇത്തരത്തിലുള്ള ലോക്കിനൊക്കെ മാറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വിൽക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും NSEയുടെ IPOക്കുള്ള NOC വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് NSE സ്റ്റോക്കിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ BSE, MCX സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒപ്പം നമ്മുടെ പല FMCG കമ്പനികൾക്കും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് കൊക്കോ പ്രൈസ്. കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ മുന്നേറിയിട്ടുള്ള ഒരു കമോഡിറ്റി ആയിരുന്നു, അഗ്രി കമോഡിറ്റി ആയിരുന്നു കൊക്കോൻ്റെ പ്രൈസ് കഴിഞ്ഞ വർഷത്തെ പീക്കിൽ നിന്ന് 70%
താഴെ വന്നിരിക്കുകയാണ്. 4000 പെർ ടണ്ണിലേക്ക് താഴെ വന്നിരിക്കുകയാണ്. $3,931 പെർ ടണ്ണാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നെസ്ലെ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ITCനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. മേജറായിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത് നെസ്ലേക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും നെസ്ലെ കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ IDBI ഡൈവെസ്റ്റ്മെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ ബിഡ്സ് അടുത്ത ആഴ്ച കൂടി ബിഡ് ചെയ്യാനായിട്ട് അവസരം ഒരുക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. 2 ബിഡേഴ്സാണ് ഇപ്പോൾ ഈ IDBI സ്റ്റേക്കിന് വേണ്ടി മുന്നിലുള്ളത്. ഒന്ന് ഫെയർഫാക്സ്, കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ പ്രൊമോട്ടർ ഫെയർഫാക്സ്, അതുപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്. ഈ 2 എൻറ്റിറ്റീസാണ് IDBI ബാങ്ക് സ്റ്റേക്കിന് വേണ്ടി മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഈ ഫൈനാൻഷ്യൽ ബിഡ്സ് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് ഡിസിഷൻ ഒക്കെ വരും. ഈ ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെ IDBIയുടെ ഡൈവെസ്റ്റ്മെൻറ്റ് നടക്കും എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും IDBI സ്റ്റോക്കിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ബാങ്ക് അക്വയർ ചെയ്യുന്ന മറ്റ് ബാങ്കിനെ സംബന്ധിച്ചൊക്കെ ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഒപ്പം റീസെൻ്റായിട്ട് അബുദാബി എൻറ്റിറ്റീസ് സ്റ്റേക്ക് എടുത്തിട്ടുള്ള സമ്മാൻ ക്യാപിറ്റൽ, അതുപോലെ തന്നെ RBL ബാങ്ക്, ഈ ബാങ്കുകളെ സംബന്ധിച്ചൊക്കെ നല്ല ഡേയ്സാണ് ഹെഡ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റോക്കുകളും മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നൊരു ഡിസിഷൻ എടുക്കുന്നതൊക്കെ നന്നായിരിക്കും. ഒപ്പം നമ്മൾ നാളെയാണ് യൂണിയൻ ബഡ്ജറ്റ്. വളരെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ആയിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് എക്കണോമിക് സർവേയിൽ നിന്ന് ലഭിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രപ്പോസൽസാണ് നമ്മൾ യൂണിയൻ ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യൂണിയൻ ബഡ്ജറ്റിന് മുമ്പ് തന്നെ നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിരുന്നു. അമേരിക്കൻ താരിഫ് ഇമ്പാക്റ്റിനെ മറികടക്കാനുള്ള പല മെഷേഴ്സും നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പല അനൗൺസ്മെൻറ്റുകളും നാളെ യൂണിയൻ ബഡ്ജറ്റിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ജോബ് ക്രിയേഷന് ഊന്നൽ നൽകുന്നു. അതുപോലെ തന്നെ ഗിഗ് വർക്കേഴ്സൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ സൊമാറ്റോ, സ്വിഗ്ഗിയിലൊക്കെ നമുക്കൊക്കെ ക്വിക്കായിട്ട് ഡെലിവറി സപ്ലൈ നൽകുന്ന ഗേൾസ് ആൻഡ് ബോയ്സിനെ സംബന്ധിച്ചൊക്കെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഒരു പക്ഷേ നാളത്തെ ബഡ്ജറ്റിലുണ്ടാവാം. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ രീതിയിലുള്ള ക്യാപസ് ഇൻക്രീസ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾക്ക്, റെയിൽവേ റിലേറ്റഡ് കമ്പനികൾക്ക്, പവർ, ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ ധാരാളം പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒപ്പം ഫാമിലി ടാക്സ് കൺസെപ്റ്റ് കൊണ്ടുവരുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ടാക്സ് ക്ലബ് ചെയ്യുമ്പോൾ ഒരു ഇളവ് നൽകുന്ന കാര്യമൊക്കെ ഗവൺമെൻറ് ആലോചിക്കുന്നു. അതോടൊപ്പം തന്നെ പല കമോഡിറ്റികളുടെയും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒക്കെ ഡിഫറൻറ്റ് സ്ലാബ്സ് ഉണ്ട്. ഇതൊക്കെ റാഷണലൈസ് ചെയ്തിരിക്കുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ കമോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഒക്കെ ഒരുപക്ഷെ കുറച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മേജറായിട്ടുള്ള കംപ്ലയിൻസ് അവരുടെ, അതായത് ഇന്ത്യയിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ടാക്സിൽ, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിൽ, ടേൺ ഓവർ ടാക്സിലൊക്കെ റിഡക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഇന്ത്യയോടുള്ള സമീപനം, അതുപോലെ തന്നെ അഡീഷണൽ താരിഫൊക്കെ ഇമ്പോസ് ചെയ്തിട്ടുള്ള നമ്മുടെ പല സെക്ടേഴ്സിനും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനികൾക്ക് വലിയ രീതിയിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും നാളെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തന്നെയാണ് എക്കണോമിക് സർവേയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ലൊരു ബഡ്ജറ്റിന് വേണ്ടി കാത്തിരിക്കാം. അതിനുശേഷം ഒരുപക്ഷെ നമ്മുടെ മാർക്കറ്റ് മുന്നേറിയേക്കാം. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവില്ലയോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇറാനും US തമ്മിലൊരു പക്ഷേ ടോക്ക് നടന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. അങ്ങനെ വരികയാണെങ്കിൽ, ഇറാൻ ഇഷ്യൂ സെറ്റിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതേസമയം കമോഡിറ്റികളെ സംബന്ധിച്ച് അത് വീക്കായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പം നല്ലൊരു ബഡ്ജറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ബഡ്ജറ്റിന് ശേഷം
ഫെബ്രുവരി 15 വരെ നമ്മുടെ Q3 റിസൾട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം അമേരിക്കയിൽ Q4 റിസൾട്ടുകൾ വരുന്നുണ്ട്. ഈ റിസൾട്ടുകൾക്കനുസരിച്ചുള്ള മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു നല്ല ബഡ്ജറ്റിനായിട്ട് കാത്തിരിക്കാം. ഇനി നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ, പ്ലാറ്റിനം, പലേഡിയം ഈ കമോഡിറ്റികളാണ് ഈ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ കണ്ടിട്ടുള്ള കമോഡിറ്റികൾ. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഓൾ ടൈം റെക്കോർഡ് ഹൈ എന്ന് പറയുന്ന $5596.2 പെർ ഔൺസ് ആണ്. ഇത് ഹിറ്റ് ചെയ്തതിന് ശേഷം ഇന്നലെ വെള്ളിയാഴ്ച ഗോൾഡ് പ്രൈസ് 4676.78% വരെ താഴെ വന്നിരുന്നു. അതായത് പീക്കിൽ നിന്ന് 16.25% വരെ ഗോൾഡ് പ്രൈസ് താഴെ വന്നിരുന്നു. ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് $4889.4 പെർ ഔൺസ് ആണ്. അതായത് പീക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 12.62% ഗോൾഡ് പ്രൈസ് താഴെയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് ഗോൾഡ് പ്രൈസിലെ വെള്ളിയാഴ്ച കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നലത്തെ വെള്ളിയാഴ്ചയിലത്തെ ഇൻട്രാഡേ റേഞ്ച് നോക്കുകയാണെങ്കിൽ 14% ഗോൾഡ് പ്രൈസ് താഴെ വന്നിരുന്നു. വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തത് $5450.75 പെർ ഔൺസ് ആണ്. അതിനുശേഷം $4686.78 പെർ ഔൺസിലേക്കൊക്കെ താഴെ വന്നിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വലിയ ഫ്രാൻസി കാണിച്ചിട്ടുള്ള കമോഡിറ്റികളാണ് ഗോൾഡും സിൽവറും ഒക്കെ. പല അനലിസ്റ്റുകളും പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് ഹൗസസും പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റുകളൊക്കെ വളരെ മുമ്പ് തന്നെ ഹിറ്റ് ചെയ്യായിരുന്നു. ഇത് തന്നെ ഒരു ഫ്രൻസീനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ചൈനയിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റേഴ്സൊക്കെ വലിയ രീതിയിൽ ഗോൾഡിലൊക്കെ വാങ്ങിക്കൂട്ടിയിരുന്നു. അതുപോലെ തന്നെ ഗോൾഡ് ETF-കൾ, സിൽവർ ETF-കളിലൊക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോ ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിൽവർ ETF-കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ചൈനയിലൊക്കെ സിൽവർ ETF-കളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോസ് ബ്ലോക്ക് ചെയ്തിരുന്നു. ആരും തന്നെ ഫണ്ട് എടുത്തിരുന്നില്ല. അതോടൊപ്പം തന്നെ കമോഡിറ്റികളുടെ മാർജിൻ, ഫ്യൂച്ചേഴ്സിൻ്റെ മാർജിൻ CME എക്സ്ചേഞ്ച്, ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച്, ഷാങ്ഹായ് മെറ്റൽ എക്സ്ചേഞ്ചൊക്കെ കമോഡിറ്റികളുടെ മാർജിനൊക്കെ കൂട്ടിയിരുന്നു. ഈ മാർജിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഏറ്റവും മേജറായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ന്യൂസ് ഇന്നലെ പുതിയ US ഫെഡ് ചെയർമാൻ്റെ പേര് തന്നെയാണ്. കെവിൻ വാർഷ് എന്ന് പറയുന്ന US ഫെഡിൻ്റെ പഴയ ഗവർണറായിരുന്നു കെവിൻ വാർഷിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഡോളറിനെ പ്രോപ്പപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും, US-ൻ്റെ എക്കണോമിനെ പ്രോപ്പപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് US ഡോളർ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ അത് ഗോൾഡിന്, സിൽവറിന്, മറ്റ് കമോഡിറ്റികൾക്കൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാറ്. അതുകൊണ്ട് തന്നെ കെവിൻ വാർഷിൻ്റെ പോളിസികൾ ഒരു പക്ഷേ കമോഡിറ്റികൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടി മാർക്കറ്റിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഫ്രാൻസി നമ്മൾ പ്രതീക്ഷയെക്കാളൊക്കെ വലിയ രീതിയിലാണ് വ്യാഴം വെള്ളിയൊക്കെ ആയിട്ട് ഗോൾഡ് ഫ്യൂച്ചേഴ്സ്, അതുപോലെ തന്നെ സ്പോട്ട് പ്രൈസസ് ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്തിരുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ഫ്രാൻസിനെ തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വ്യാഴം വെള്ളിയൊക്കെ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് വാർണിംഗും കൂടി നൽകിയിരുന്നു. വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ടതാണ് കമോഡിറ്റി മാർക്കറ്റിൽ എന്നുള്ള കാര്യം. ഒപ്പം സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ സോളർ പാനൽസിലൊക്കെ കോട്ട് ചെയ്യുന്ന ഒരു കമോഡിറ്റിയാണ് സിൽവർ. പക്ഷേ സിൽവർ പ്രൈസ് കൂടിയപ്പോൾ സോളാർ പാനൽസ് ഉണ്ടാക്കുന്ന പ്രൈസും കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോളാർ പാനൽസ് ഉണ്ടാക്കുന്ന ചൈനയിലെ മേജർ കമ്പനികളെല്ലാം തന്നെ സിൽവർ കോട്ടിങ്ങിന് പകരം കോപ്പർ കോട്ടിംഗ് ഒക്കെ കോട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഒപ്പം സിൽവറിൻ്റെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് മൊമെൻ്റ് ആയിരുന്നു സിൽവർ പ്രൈസിൽ. ഇത്തരത്തിലുള്ള മൊമെൻറ്റം സാധാരണ രീതിയിൽ അൾട്ടിമേറ്റ്ലി എൻഡ് ചെയ്യാറ് ഒരു
സെല്ലിംഗ് പ്രഷറിലും പ്രോഫിറ്റ് ടേക്കിങ്ങിലാണ്. അപ്പോൾ സിൽവറിലും ഗോൾഡിലും നമ്മൾ കണ്ടിട്ടുള്ള വൊളാറ്റിലിറ്റി തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഒന്നും ആരും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സിൽവർ പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ $121.76 പെർ ഔൺസ് ആണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഹീറ്റ് ചെയ്തിട്ടുള്ള സിൽവർ പ്രൈസ്. ഇന്നലെ ഒരവസരത്തിൽ $73.67 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. പക്ഷെ സിൽവറിൻ്റെ പ്രൈസ് പാറ്റേണും ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സിൽവർ 121.76 ഹിറ്റ് ചെയ്തതിന് ശേഷം ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് $85.15 പെർ ഔൺസിനാണ്. അതായത് ഒരു കമോഡിറ്റി പീക്ക് ഹിറ്റ് ചെയ്തതിന് ശേഷം ആ പീക്കിൽ നിന്ന് 20% താഴെ പോവുകയാണെങ്കിൽ അതിനർത്ഥം ഈ കമോഡിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് ബെയർ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനർത്ഥം. അപ്പോൾ സിൽവറിൻ്റെ കാര്യത്തിൽ സിൽവർ പീക്ക് ഹിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ പീക്കിൽ നിന്ന് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 30.06% താഴെയാണ്. $85.15 പെർ ഔൺസിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇൻട്രാഡേ അല്ലെങ്കിൽ പീക്കിൽ നിന്നുള്ള ഇൻട്രാഡേ ലിമിറ്റ് വെച്ചൊക്കെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 37.87% സിൽവർ താഴെ വന്നിട്ടുണ്ട്. 39.5%. 121.76 നിന്ന് 73.67 എന്ന് പറയുമ്പോൾ 39.5% താഴെ വന്നിരുന്നു. അതേസമയം നമ്മൾ പീക്കിൽ നിന്ന് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 30% താഴെയാണ്. അതായത് സിൽവർ ബെയർ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു. അതായത് പീക്കിൽ നിന്ന് 20% ഒരു കമോഡിറ്റി പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് താഴെ വരികയാണെങ്കിൽ അതിനർത്ഥം ആ കമോഡിറ്റി അല്ലെങ്കിൽ ആ സ്റ്റോക്ക് ബെയർ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു എന്നാണ് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ സിൽവർ പ്രൈസിൽ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷനൊന്നും വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതേസമയം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വീണ്ടും വരികയാണെങ്കിൽ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവുകയാണെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് വീണ്ടും വലിയ രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ പ്രൈസിലൊക്കെ വീണ്ടും മുന്നേറ്റം കണ്ടേക്കാം. എന്നിരുന്നാലും ഒരു വൊളാറ്റിലിറ്റിയോട് കൂടിയുള്ളൊരു മുന്നേറ്റമായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പീക്കിൽ നിന്ന് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 12.62% താഴെയുള്ളൂ. ഗോൾഡ് ബെയർ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് സ്ലോ ആൻഡ് സ്റ്റഡി അപ്രീസിയേഷൻ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ഫണ്ട് ഹൗസസ്, റിസർച്ച് ഹൗസസ് ഒക്കെ ഇപ്പോഴും പറയുന്നത് ഗോൾഡ് പ്രൈസ് നല്ല രീതിയിൽ മുന്നേറുമെന്നുള്ള കാര്യം തന്നെയാണ്. ഗോൾഡ്മാൻ സാക്സ് 2026 എൻഡ് ചെയ്യുമ്പോഴേക്കും അവരുടെ ടാർജറ്റ് കൊടുത്തിരുന്ന 5400 ആയിരുന്നു. ഈ ടാർജറ്റ് ഫിക്സ് ചെയ്ത് അനൗൺസ് ചെയ്തതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ 5596, അതായത് 5600 ഗോൾഡ് എൻട്രി ചെയ്തിരുന്നു. ഇന്നലെ വീണ്ടും UBS പറഞ്ഞിരിക്കുന്നത് 2026 എൻഡ് ചെയ്യുമ്പോഴേക്കും $6200 വരുന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ JP മോർഗൻ പറഞ്ഞിരിക്കുന്നത് 2030 ആകുമ്പോഴേക്കും ഗോൾഡ് പ്രൈസ് $8000 ക്രോസ് ചെയ്യുന്നതാണ് ഈ ക്രാഷിന് ശേഷം ഇന്നലെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചും ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വഷളാവാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഗോൾഡ് പ്രൈസിൽ ഉണ്ടാക്കിയേക്കാം. അതോടൊപ്പം തന്നെ US ഇൻഫ്ലേഷൻ കൂടുക, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ US ഡോളർ ബെറ്റർ ആവുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഇൻഫ്ലേഷൻ ഹെഡ്ജ് ആയിട്ടാണ് ഗോൾഡ് കാണാറ്. പക്ഷേ കോവിഡിന് ശേഷം അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഗോൾഡ് പ്രൈസിലില്ല. മറിച്ച് US ഡോളർ സ്ട്രെങ്തൻ ആണെങ്കിൽ വീണ്ടും അത് ഗോൾഡിനെ സംബന്ധിച്ച്, കമോഡിറ്റികളെ സംബന്ധിച്ച് പൊതുവെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡും സിൽവറും നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. ധാരാളം ഇൻവെസ്റ്റേഴ്സ് നല്ല പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പല ഇൻവെസ്റ്റേഴ്സും വീണ്ടും ഗ്രീഡ് ആൻഡ് ഫിയർ ബിഹേവിയറൽ ബയാസസിന് അടിമപ്പെട്ടുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അത്ര നല്ലൊരു ന്യൂസ് ഒന്നും തന്നെയല്ല.
ഒരുപക്ഷെ സിൽവർ $70 per ounce താഴെ വന്നേക്കാം. വേസ്റ്റ് കേസ് സിനാരിയോയിൽ ഒരുപക്ഷെ ഗോൾഡ് പ്രൈസ് വീണ്ടും $4,500-4,400 per ounce താഴെ വന്നേക്കാം. മറിച്ച് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം വേൾഡ് ഗോൾഡ് കൗൺസിൽ കഴിഞ്ഞ ദിവസം 2025 ഡാറ്റ പുറത്തു വിട്ടിരുന്നു. ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത് 2025 ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗോൾഡിൻ്റെ ഡിമാൻഡ് 5000 ടൺ ക്രോസ് ചെയ്തിരുന്നു. 5002.3 ടൺസാണ് 2025 ടോട്ടൽ ഗോൾഡ് ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൈൻ ചെയ്തിട്ടുള്ള ഗോൾഡിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 2025 മൈൻ ചെയ്തെടുത്തിട്ടുള്ള 3671.6 ടൺസാണ്. 2024 3650.4 ടൺസായിരുന്നു. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ 2175.3 ടൺസാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. സെൻട്രൽ ബാങ്കുകളുടെയും അതുപോലെ തന്നെ ETF-കളുടെയും ഒക്കെ കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് 2024 1185.4 ടൺസായിരുന്നു. അപ്പോൾ 2025 ഗോൾഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ETF-കൾ 801 ടൺസാണ് ETF-കൾ 2025 വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അതേസമയം സെൻട്രൽ ബാങ്കുകൾ 863 ടൺസേ വാങ്ങിയിട്ടുള്ളൂ. 2024 അത് 1092 ടൺസായിരുന്നു. 21% താഴെയാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷെ Q4 നോക്കുകയാണെങ്കിൽ 230.3 ടൺസ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇനി പോളണ്ട് സെൻട്രൽ ബാങ്ക് ഈ വർഷം വീണ്ടും അവരുടെ ഹോൾഡിങ്സ് കൂട്ടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് 2026 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം ചൈനീസ് സെൻട്രൽ ബാങ്കുകളുടെ ടോട്ടൽ ഹോൾഡിങ്സ് 2025 നോക്കുകയാണെങ്കിൽ എൻഡ് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ 2306 ടൺസാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജുവലറി ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഗ്ലോബൽ ജുവലറി ഡിമാൻഡ് 18% താഴെയാണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 24% താഴെയാണ്. ചൈനയിൽ 25% താഴെയാണ്. ഇനി നമ്മൾ ടോട്ടൽ ബിലോ എർത്ത് ഗോൾഡ് 2024 ഡിസംബർ എൻഡ് ചെയ്യുമ്പോൾ വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞിരുന്നത് 54,770 ടൺസ് ആയിരുന്നു. 2025 ഡിസംബർ എൻഡ് ചെയ്യുമ്പോൾ 3671.6 ടൺസ് മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബിലോ ഗ്രൗണ്ട് ഗോൾഡിൻ്റെ ക്വാണ്ടിറ്റി താഴെ വന്നിരിക്കുകയാണ്. 51,098.4 ടണ്ണായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതായത് പ്രൂവൺ റിസർവ് 54,770 നിന്ന് 51,098.4 ടൺസായിട്ട് താഴെ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത വർഷങ്ങളിൽ 3671.6 ടൺസ് വെച്ച് എവറി ഇയർ മൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ 2039 കൂടിയിട്ട് പ്രൂവൻ റിസർവുകൾ എല്ലാം മൈൻ ചെയ്തെടുത്തിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു അവസരത്തിലാണ് ഒരു പക്ഷേ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഫോബിയൊക്കെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ ഗോൾഡിനെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. ഒരുപക്ഷെ 2039 മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഫോബിയൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കാം. ഫോം ഓഫ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ബിഹേവിയറൽ ബയാസസിൻ്റെ ഒരു ഭാഗമാണ്. അത്തരത്തിലുള്ളൊരു ഫോമോ ക്രിയേഷനൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡ് പ്രൈസ് ആ വർഷങ്ങളിലൊക്കെ വലിയ രീതിയിലൊക്കെ മുന്നേറിയേക്കാം. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ പല മീഡിയാസും അതുപോലെ തന്നെ പല പ്രഡിക്ഷൻസൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി പ്രൂവൻ റിസർവ് ഗോൾഡ് ഉള്ളത് 51,098.4 ടൺസാണ്. 2026 എൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് 3,650 അല്ലെങ്കിൽ 3,678 ടണ്ണും കൂടി താഴത്തേക്ക് പോവും. അപ്പോൾ 50,000 താഴത്തേക്ക് ഒരു 48,000 സംതിങ് ആയിരിക്കാം പിന്നീട് വരുന്ന ഗോൾഡ് റിസർവ്, അതായത് പ്രൂവൺ റിസർവ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ന്യൂസ് ഗോൾഡിനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. പക്ഷേ ടെമ്പററി
ആയിട്ട് ഷോർട്ട് ടു മീഡിയം ടൈമിൽ നമുക്ക് ഗോൾഡ് പ്രൈസിലും വൊളാറ്റിലിറ്റി ഒക്കെ കാണാൻ സാധിക്കും. കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇനി മറ്റൊരു കമോഡിറ്റി ഈ ആഴ്ച റെക്കോർഡ് ഹൈ ഇട്ടിരുന്നു പ്ലാറ്റിനാണ്. പ്ലാറ്റിനെ സംബന്ധിച്ചും പോസിറ്റീവ് റിപ്പോർട്ടുകളാണ്. പലേഡിയം റെക്കോർഡ് ഹൈ ഇട്ടിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച ക്രാഷിൽ ഈ കമോഡിറ്റികളുടെ പ്രൈസും താഴെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോപ്പറാണ് മറ്റൊരു കമോഡിറ്റി പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തത്. റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തതിന് ശേഷം കോപ്പറും വളരെ താഴെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അലുമിനിയം പുതിയ 4 ഇയർ ഹൈ ചെയ്തിരുന്നു. സിങ്ക് പുതിയ 4 ഇയർ ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. സിങ്ക് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ വലിയ പരിക്കൊന്നും ഇല്ലാതെ തന്നെയാണ് വെള്ളിയാഴ്ചയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോപ്പറിൻ്റെയും അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെയും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും ഗോൾഡ് സിൽവർ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല വൊളാറ്റിലിറ്റി തന്നെയാണ് ഗോൾഡിനെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾ ജനുവരി മാസത്തിലത്തെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് ഈ രണ്ട് കമോഡിറ്റികളും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ 12% ബെറ്റർ ആയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 18% ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മന്ത് ടു മന്ത് നോക്കുകയാണെങ്കിൽ. അതേസമയം വെള്ളിയാഴ്ച വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയും ക്രാഷാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കമോഡിറ്റികളിൽ വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ കാണാൻ സിൽവറിലായിരിക്കാം ഒരു പക്ഷേ കൂടുതൽ വൊളാറ്റിലിറ്റി വരാൻ പോകുന്നത്. ഗോൾഡിൽ കുറവേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. സിൽവർ ഓൾറെഡി ബാരിഷ് ടെറിട്ടറിയിലേക്ക് കടന്നിട്ടുണ്ട്. ഗോൾഡ് ബാരിഷ് ടെറിട്ടറിയിലേക്ക് കടന്നിട്ടില്ല. ഗോൾഡ് ബാരിഷ് ടെറിട്ടറിയിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അതേസമയം കോപ്പർ അതുപോലെ തന്നെ അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റികൾ വൊളാറ്റിലിറ്റിക്ക് ശേഷം ഒരു പോസിറ്റീവ് മൊമെൻ്റ് ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൽ കമോഡിറ്റി റിലേറ്റഡ് എന്തെങ്കിലും അനൗൺസ്മെൻറ്റുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ മൈനർ ഇമ്പാക്റ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിലുണ്ടായേക്കാം. അതേസമയം നമ്മുടെ റുപ്പി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കാം ഇവിടെ ഗോൾഡ് പ്രൈസും സിൽവർ പ്രൈസിലൊക്കെ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും റുപ്പി താഴെ പോവുകയാണെങ്കിൽ ഗ്ലോബലി വലിയ രീതിയിൽ ഗോൾഡ് താഴെ പോയി കഴിഞ്ഞാലും നമ്മുടെ അവിടെ ഒരു പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറച്ചും കൂടി സിവിയർ ആവാനുള്ള സാധ്യതകളുണ്ട്. കാരണം റുപ്പി ഡിപ്രീസിയേഷനും അപ്രീസിയേഷനും ഒക്കെ അതിൻ്റേതായ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിൽവർ അതുപോലെ തന്നെ മറ്റ് കമോഡിറ്റികളിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കറൻസി മൂവ്മെൻറ്റും കൂടി ഒന്ന് വാച്ച് ചെയ്യേണ്ട ആവശ്യമാണ്. പൊതുവെ $US വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കമോഡിറ്റികൾക്ക് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതേസമയം നമ്മുടെ റുപ്പി വലിയ രീതിയിൽ ഫാൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റ് നമുക്ക് അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് കമോഡിറ്റികളുടെ കാര്യത്തിൽ മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഗോൾഡിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കോപ്പറിനെ സംബന്ധിച്ചൊക്കെ ട്രെൻഡ് ഇൻഡാക്റ്റ് തന്നെയാണ്. ലോങ് ടൈം ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. സിൽവറിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ്. എന്നിരുന്നാലും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ കമോഡിറ്റി പ്ലസ് മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് പോഡ്കാസ്റ്റിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു യൂണിയൻ ബഡ്ജറ്റ് ആശംസിച്ചുകൊണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആയിരിക്കട്ടെ യൂണിയൻ ബഡ്ജറ്റിന് ശേഷം അടുത്ത ആഴ്ച എന്നുള്ളൊരു ആശംസയും കൂടി നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പ്ലസ് കമോഡിറ്റി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.